10 കൊല്ലം, ഇപ്പോൾ 5 കൊല്ലത്തിന് ശേഷം 10 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മൂല്യച്യുതിയാണിത്. പണം എന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമല്ല. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഭരണഘടനാപരമാണ്. 10ാം ഷെഡ്യൂളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങളും ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിൽ സെക്ഷൻ 29A, B, C ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷനുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ കണക്ഷന്, പണം മേടിക്കൽ, പണം ചെലവഴിക്കൽ അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ പദവിയിലിരിക്കുന്ന ആളുകൾ പണം വാങ്ങി ആ പണം അവർ സ്വന്തം കാര്യത്തിൽ ഉപയോഗിച്ച് സമ്പന്നരാകുന്നു. SFIക്കാർക്കോ അല്ലെങ്കിൽ DYFIക്കാർക്കോ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യാൻ കഴിയുന്നില്ല. അവർ ചോദിച്ചാൽ പണം കിട്ടുന്നില്ല എന്ന രൂപത്തിലുള്ള ഒരു ആക്ഷേപമാണത്. എന്നെ സംബന്ധിച്ച് ഞാനും ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, വിദ്യാർത്ഥി സംഘടനകളെയും അല്ലെങ്കിൽ യുവജന സംഘടനകളെയും പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സംവിധാനം കൊടുക്കണം. അവരെ സഹായിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടി ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തത്തിന് വ്യതിചലിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തമായി പണം കളക്ട് ചെയ്യാൻ തുടങ്ങി. ഡൊണേഷൻ മേടിക്കുന്നത് തെറ്റൊന്നുമല്ല. സത്യത്തിൽ എന്താ പറഞ്ഞ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നാട്ടിലുള്ള ആളുകളും കച്ചവടക്കാരും ജനങ്ങളും ഒക്കെ അവരുടെ ഒരു സമ്മേളനത്തിനോ ഒരു യോഗത്തിനോ ഒക്കെ സംഭാവനകൾ കൊടുക്കും. ആ സംഭാവനകളൊക്കെ സെക്ഷൻ 29B പ്രകാരം കളക്ട് ചെയ്ത് 29C പ്രകാരം ഡിസ്ക്ലോസ് ചെയ്യേണ്ട സംഭാവനകളായിട്ടാണ് നിയമപ്രകാരം പറയുന്നത്. എല്ലാവരും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടോ, സംഭാവന കണക്ക് വെക്കുന്നുണ്ടോ എന്നുള്ള വേറൊരു വിഷയം. പക്ഷേ പണം കളക്ട് ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ SFIയോ DYFIയോ അല്ലെങ്കിൽ KSUO യൂത്ത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ MSFO യൂത്ത് ലീഗോ അല്ലെങ്കിൽ ABVPയോ ഈ പറഞ്ഞ യുവമോർച്ചയൊക്കെ ഇങ്ങനെ വരുന്ന സംഘടനകൾക്കും പരിഗണന കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കണം എന്ന ആഗ്രഹം നടക്കുന്നില്ല ഇവിടെ. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് ഇങ്ങനെ പണം സ്വന്തം ആവശ്യത്തിന് കളക്ട് ചെയ്ത് സമ്പന്നരായി മാറുന്നു എന്ന ആക്ഷേപത്തിന് ഒരു തെറ്റുമില്ല. അങ്ങനെ ആക്ഷേപം ഉന്നയിച്ചാൽ അത് പരിശോധിക്കേണ്ടതില്ല, അത് പരിഗണിക്കേണ്ടതില്ല എന്ന് CPMന് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ, അല്ല CPM സഹയാത്രികൻ മാത്രമാണ് റിജി, എൻ്റെ സുഹൃത്ത് റിജി, പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ബംഗാളും ത്രിപുരയും ഒക്കെ നമുക്കിവിടെ ആവർത്തിക്കപ്പെടും. കാരണം ജനങ്ങളാണ് നമ്മളെ സഹായിക്കുക. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടത് അവരുടെ ജീവിത മാർഗത്തിന് അവരുടെ അധ്വാനം നടത്തണം. അത് രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെ കൂട്ടിക്കിഴക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജനപ്രതിനിധി പോലും ആ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് കിട്ടുന്ന സമ്പത്ത് അത് ജീവിതമാർഗത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ജീവിതമാർഗത്തിന് വേറൊരു വഴി നോക്കണം. രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് സമൂഹത്തോട് ചെയ്യുന്നതായിട്ട് കണക്കാക്കണം. അതിൽ നിന്ന് വ്യതിചരിച്ചിരിക്കുന്നു CPM നേതാക്കൾ അതിശക്തമായ വ്യതിചലനം നടത്തിയിരിക്കുന്നു. ഇത് ആർക്കെയാണ് പേര് പറയുന്നത്? മുൻ മന്ത്രിയെക്കുറിച്ചാണ്. ഈ പറഞ്ഞ പേരുകളുള്ള രാഷ്ട്രീയ പാർട്ടി പ്രമുഖനായ നേതാക്കളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു SFI നേതാവാണ് അല്ലെങ്കിൽ ഒരു DYFI ആയിരിക്കും, അദ്ദേഹം നേതാവാണ് പറഞ്ഞത്. വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങ് പറയുന്നത്. പക്ഷേ മുഹമ്മദ് ഷാ, അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കളെ തന്നെ നോക്കൂ. ഒട്ടുമിക്ക ആളുകളും ജനപ്രതിനിധിയായിരിക്കും അഴിമതി ആരോപണം നേരിട്ടവരാണ്. അപ്പോൾ അവർ ആ അഴിമതി ആരോപണം നേരിടാനുള്ള കാരണം എന്താണ്? അവർ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം വരുമാന മാർഗമായി കണ്ടതുകൊണ്ടാണോ? അതല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം മറ്റ് ബിസിനസ് ചെയ്ത് സമ്പാദിച്ചു, അത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അവിഹിതമായി നേടിയ ഫണ്ടാണ് എന്ന ആക്ഷേപമാണോ നിങ്ങൾക്കെതിരെ ഉയർന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയിലുള്ള രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ, ഇപ്പം ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഞാനൊരു അഭിഭാഷകനാണ്. എൻ്റെ സമ്പത്തിൻ്റെ എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഡീസൽ അടിച്ചിട്ടാണ് ഞാൻ, അല്ലെ പെട്രോൾ അടിച്ചിട്ടാണ്, അല്ലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും എൻ്റെ സമ്പത്തും അങ്ങോട്ട് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ നമ്മുടെ MSFൻ്റെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ യുവജന പ്രസ്ഥാനങ്ങളോ ആളുകൾ എന്തെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വേണമെങ്കിൽ നമ്മളെടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ പാർട്ടി ആവശ്യപ്പെടുന്ന വയനാട് പോലെയുള്ള ദുരിതാശ്വാസ ഇഷ്യൂസ് നമ്മുടെ സമ്പത്തിന് എടുത്തു കൊടുക്കും. അങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗിലെ നേതാക്കളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഈ തരത്തിൽ രാഷ്ട്രീയം നടത്തുന്നത് ഒരു കച്ചവടമായി ബിസിനസ്സായി മാറ്റുന്ന ഒരു സംവിധാനം ഒരു പാർട്ടിയിലും ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം ലീഗിൽ അതില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.